ചില പേഷ്യൻസ് നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു പല്ലായിരിക്കും എടുക്കേണ്ടി വരുന്നത്. അവർ പറയും, ഡോക്ടറെ 32 പല്ലുണ്ടല്ലോ, ഒരു പല്ല് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, അതങ്ങ് എടുത്തേക്കെന്ന് പറയും. അങ്ങനെയുള്ള വിചാരമുള്ളവർ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ നമുക്കൊരു 2-3 വർഷം കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിന് വരുന്ന വ്യത്യാസം, അതുപോലെ ബാക്കിയുള്ള പല്ലുകളിൽ വരുന്ന ചേഞ്ചുകൾ, ഇതെല്ലാം നമ്മുടെ കാര്യമായിട്ട് ബാധിക്കും. തൊട്ടടുത്തുള്ള പല്ലുകളിൽ ഗ്യാപ്പ് വരാം. താഴെ നിൽക്കുന്ന, ഇപ്പം താഴെയാണ് പല്ലെടുത്തെങ്കിൽ മുകളിലത്തെ പല്ല് താഴോട്ട് ഇറങ്ങാം, താഴത്തെ പല്ലാണെങ്കിൽ മുകളിലോട്ട് കയറി വരാം. ഇങ്ങനെയുള്ള പല്ലുകളുടെ നമ്മുടെ ഒരു ഒക്ലൂഷൻസ് ഉണ്ട്, അത് മൊത്തത്തിൽ ചേഞ്ച് ആവാം. ഗ്രാജുവലി നമുക്കിവിടെ TMJ പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം, നമ്മുടെ ഒരു നല്ല പല്ലാണെങ്കിൽ മാക്സിമം അതിനെ സേവ് ചെയ്യാനേ നോക്കാൻ പാടുള്ളൂ. ഒരിക്കലും അതെടുത്ത് കളയരുത്. കാരണം ഭാവിയിൽ നമുക്ക് മുഖത്തിൻ്റെ ഷേപ്പിനും എല്ലിൻ്റെ വളർച്ചയൊക്കെ അവിടെ മുരടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഒരു പല്ല് അഥവാ ഒരു കുറ്റിയായി നിന്ന് പോയി അതിന് രക്ഷിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ ഒരു പല്ല് എടുക്കേണ്ടി വന്നാൽ തീർച്ചയായും അത് റീപ്ലേസ് ചെയ്യണം. നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇംപ്ലാന്റ് തന്നെയാണ്. നമുക്ക് നമ്മുടെ പല്ല് എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ ഇംപ്ലാന്റ് സ്ക്രൂ ചെയ്തിട്ട് നമുക്ക് എല്ലിൻ്റെയും അതുപോലെ തന്നെ മോണയുടെയും ഹെൽത്തിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് ഇംപ്ലാന്റ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നമുക്ക് അടുത്ത ഓപ്ഷൻ FPD എന്ന് പറയും. ഫിക്സഡ് ആയിട്ടുള്ള നമുക്ക് പ്രോസ്തസിസ് വെച്ചിട്ട് നമുക്ക് പല്ല് റീപ്ലേസ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് നമ്മൾ ഊരി മാറ്റുന്ന ഒരു പല്ലെങ്കിലും വെക്കുക, ഭാവിയിൽ പിന്നീട് ഫിക്സഡിലോട്ട് മാറുക. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇങ്ങനെയുള്ള ഡെൻ്റൽ ടിപ്സിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.